ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് കോളിഫ്ലവർ വറുത്താണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കോളിഫ്ലവർ നല്ലപോലെ നമ്മൾ അരിഞ്ഞിട്ട് ഒരു ചൂട് വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത്. ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ നമുക്കത് നല്ല ഇതിനകത്തുള്ള ചെളികളും പിന്നെ പല പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വെള്ളത്തിൽ പോയിട്ട് അത് ചത്ത് വെക്കോളും. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് ഇതിനകത്ത് വെക്കുമ്പോൾ അത്രയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിത് 10-15 മിനിറ്റ് ഇവിടെ വെക്കാം. അതിനുശേഷം ആ പാത്രത്തിൽ നിന്ന് നമ്മൾ ഈ പാത്രത്തിലേക്ക്, ഒരു ഓട്ടപാത്രമാണ് ഇത്. ഓട്ടപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, ഞങ്ങൾ തൃശ്ശൂർ പാലക്കാടൊക്കെ മിക്സഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പം ഒരു ഓട്ടപാത്രത്തിലേക്ക് നമുക്കിതെടുത്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്കും വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഈ പാത്രത്തിൽ ഈ പാത്രത്തിൽ നമ്മൾ ഇടുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് കുറച്ചും കൂടെ ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് പോവാനായിട്ടാണ്. ഇയാളാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു വെള്ളം ഉണ്ടാക്കുന്നത്. ഈ വെള്ളം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെയ്യുന്ന ഒരു വെള്ളമാണ്. ഈ വെള്ളത്തിലേക്കാണ് ഈ വെള്ളം ചൂടാകുമ്പോഴാണ് നമ്മൾ ആ കോളിഫ്ലവർ ഇതിനകത്തോട്ട് ഇടുന്നത്. ഈ ഫ്ലെയിം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ആവികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഫ്ലെയിം പതുക്കെ ഒന്ന് ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് തിളയ്ക്കുമ്പം അവിടുന്ന് കൊണ്ട് ചിലപ്പോൾ കുറച്ച് തിളക്കത്തുണ്ടാവത്തുള്ളൂ. ആ സമയം നിങ്ങളൊരു കയ്യിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കയ്യിലൊരു വൈബ്രേഷൻ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ഓട്ടക്കയിൽ ഉണ്ടാവും, നിങ്ങൾ ഇങ്ങനത്തെ ചോറ് ഊറ്റണ കയ്യിലില്ലേ, ആ കയ്യിലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അതിന്ന് വെള്ളം കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതിൽ ഫുള്ള് ഓട്ടോ കാര്യങ്ങളാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളം നന്നായിട്ട് പോകണം, പിന്നെ നല്ലോണം വേവും ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ചധികം അങ്ങനെ വേണ്ടി വരും. അപ്പോൾ ഓരോന്നായിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റത്തെയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അവിടെ കുറച്ച് നേരം വെക്കാം. പിന്നെ നിങ്ങൾ ആ വെള്ളം നമുക്ക് എടുത്ത് കളയാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും നന്നായിട്ട് തോല് കളഞ്ഞ് ഒരു വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് നമുക്കത് മിക്സിയിൽ അരയ്ക്കേണ്ടതാണ്. അപ്പം മിക്സി ജാർ എടുത്തിട്ട് ആദ്യം തന്നെ അതിൽ കുറച്ച് പെരുംജീരകം ഇടുക. അത് കഴിഞ്ഞിട്ട് പെരുംജീരകമാണ് ഇത്. പെരുംജീരകമാണ്, വെറും ജീരകം ആരും ഇടുന്നത്. എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പെരുംജീരകം ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതിടുക. ഇവിടെ ഞങ്ങൾ കുരുമുളകാണ് ഇടണത്. പിന്നെ ഈ സാധനം പട്ട എന്ന് തോന്നുന്നു, ആ പട്ട ഇടുക. ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ ഗ്രാമ്പു ഇടുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈസ്റ്റേണിൻ്റെ മസാലപ്പൊടി ഇതെല്ലാം എടുത്തു വയ്ക്കും. ഞാനിവിടെ എല്ലാ മസാലകളും ഞങ്ങളിവിടെ യൂസ് ചെയ്യാറ് ഈസ്റ്റേണിൻ്റെ ആണ്. ഈസ്റ്റേണിൻ്റെ അടിപൊളിയാണ്, എല്ലാം പ്യുവറായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ഈസ്റ്റേണിൻ്റെ. ഈ മസാല ഇട്ടപ്പം എനിക്ക് നല്ല മണം തോന്നി, നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല മണവും നല്ല ടേസ്റ്റും. കാശ്മീരി ചില്ലി പൗഡർ പിന്നെ പറയാൻ വേണ്ടല്ലോ, നല്ല റെഡ് കളറാണ്. ഇവരിത് ഉണക്കിയിട്ടാണ് ഇത് പൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടെ കിട്ടും. എന്നിട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റേണിൻ്റെ മുളക് പൊടി ഇടാം, കാശ്മീരി ചില്ലി അല്ല. പിന്നെ നമുക്ക് ആശീർവാദിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ആശീർവാദിൻ്റെ തന്നെയാണ് ഇടാറുള്ളത്. പിന്നെ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി അരിയാതെ തന്നെ നിങ്ങൾ ഇട്ടോളൂ, പക്ഷേ ഇഞ്ചി നിങ്ങൾ അരിഞ്ഞിട്ട് തന്നെ ഇടണം. കാരണം എന്താ പറഞ്ഞാൽ അത് ക്രഷ് ആവാൻ ഇച്ചിരി പാടായിരിക്കും അരിയാതെ ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് ഒരു 2 തിരിക്കുക. ചിലവരുടെയൊക്കെ വീട്ടിൽ അത് പറ്റില്ലായിരിക്കും, ചില മിക്സിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വരുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ക്രഷ് ചെയ്തെടുക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഇൻബെക്സിൻ്റെ മേടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ക്രഷായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു പാകം ആയിരിക്കണം ഞാൻ പറയത്തില്ല, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുക. എല്ലാവരുടെയും മിക്സി ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ്. ഇൻഡക്സിൻ്റെ ഒരു അടിപൊളിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എന്നും
ഇമ്പക്സ് ആണ് മേടിക്കാറുള്ളത്. പിന്നെ നമ്മൾ ആ ഊറ്റി വെച്ച കോളിഫ്ലവർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മുഴുവനായിട്ടും ഇടണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഞാൻ ആദ്യം സ്പൂൺ വെച്ചൊക്കെ ഇടാൻ നോക്കി. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നീ ഇന്നൊന്നും തീരത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയാണ് ഇങ്ങനെ ചെയ്ത്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കാശ്മീരി ചില്ലി പൗഡർ നമ്മളത് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ എന്തൊരു ഡാർക്ക് കളറാണ്, നോക്കൂ ഗൈസ്. നല്ല ഡാർക്ക് കളർ വന്ന് ആവശ്യത്തിന് ഇട്ടാൽ മതി, എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെക്കനാണ് അത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. അതും മസാല പൗഡറല്ല, മസാല. അതും നല്ലൊരു കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അമ്മതെ കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് അമ്മ അവസാനം ഇങ്ങനെ കുഴച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു സ്മെല്ല് ഫീൽ ചെയ്തു ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് അതെടുത്ത് കഴിച്ചാലോ തോന്നി. പക്ഷേ ആ സമയത്ത് അതിനൊക്കെ ഭയങ്കര എരിവായിരുന്നു. എനിക്ക് ശരിക്കും ഇപ്പോൾ പറയുമ്പോൾ തന്നെ നാവിന്ന് വെള്ളം വരുന്നു. അത്ര അടിപൊളി മസാലയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനടക്കം ഇപ്പം എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഞാൻ ഈ മസാലകൾ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. നല്ല മണം വരുന്നുണ്ട് ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ ടേസ്റ്റൊക്കെ നോക്കി, എന്നിട്ടൊരു 15 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെയ്ത മസാല കൂടെ ഇട്ടിട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഗൈസ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവാൻ പറഞ്ഞത് അടിപൊളിയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കും കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാം.